ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبد الله ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد سيد الأنبياء والمرسلين المبعوث إلى كافة الخلق أجمعين ليخرجهم من الظلمات إلى النور وعلى آله وصحبه وعترته أجمعين. كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. ألم يعلموا أن الله هو يقبل التوبة عن عباده ويأخذ الصدقات وأن الله هو التواب الرحيم. وقل اعملوا فسيرى الله عملكم ورسوله والمؤمنون وستردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقد قال نبينا محمد صلى الله عليه وسلم التائب من الذنب كمن لا ذنب له وطلب متابا بالندامة مقلعا وبعزم ترك الذنب فيما استقبلا وبراءة من كل حق الآدم فلهذه الأركان فرع وكملا وقه دواما بالمحاسبة التي تنهاك تقصيرا جرى وتساهلا وبحفظ عين واللسان وسائر الأعضاء جميعا فاجهدا لا تكسلا. ആദരണീയരും പ്രേസ്തരും അഭിവന്ദ്യരുമായ പാനൂർ മുസ്ലിം വെൽഫെയർ അസോസിയേഷന്റെ കർമ്മോത്സുകരായ പ്രവർത്തകന്മാരെ, ഏറെ ബഹുമാന്യരും ആദരണീയരുമായ രക്ഷിതാക്കളെ, സ്നേഹധന്യരായ ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ രണ്ടാമത്തെ പകൽ മുതൽ നമ്മൾ ആരംഭിച്ച മതബോധന വേദിയുടെ സമാപന തൗബ സംഗമത്തിലാണ് നമ്മളൊക്കെയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ആവേശത്തോടെയാണ് നമ്മളൊക്കെ ഈ സദസ്സിൽ പങ്കെടുക്കുന്നത്. ഒരു ലക്ഷ്യം മാത്രമേ നമുക്കുള്ളൂ. പരിശുദ്ധ റമദാൻ വിട ചൊല്ലലോടുകൂടി നമ്മുടെ പാപങ്ങളൊക്കെ കഴുകപ്പെട്ട ഒരു തെളിഞ്ഞ മനസ്സോടുകൂടി തുടർന്നുള്ള ജീവിതത്തിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയണം. ആ ഒരു ലക്ഷ്യത്തോടു കൂടി ഇങ്ങോട്ട് വരുന്ന ആളുകൾ
ഒരു ചെറിയ സംഭവത്തിലൂടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് തൗബയ്ക്ക് വേണ്ടി വരല് തന്നെ അല്ലാഹു തആല പാപം പൊറുക്കാൻ ഒരു കാരണമാണെന്നാണ്. തൗബ ചെയ്യണമെന്നില്ല, തൗബയിലേക്കുള്ള ആവേശത്തോടെയുള്ള വരവ് അല്ലാഹു പരിഗണിക്കുകയും ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളുടെ കൂമ്പാരത്തോടെ എന്നെ സമീപിക്കാൻ അവർക്കുള്ള വിഷമമാണ് പാശ്ചാത്താപത്തിന്റെ സദസ്സിലേക്ക് അവരെ ആവേശപൂർവം എത്തിച്ചത് എന്ന് നമ്മുടെ മനസ്സിന്റെ ആന്തോളനങ്ങൾ അറിയുന്ന അല്ലാഹു പരിഗണിക്കുകയും നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരികയും ചെയ്യുമെന്നാണ് മഹാനായിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു ആ നിലക്ക് നമ്മുടെ വരവ് കൊണ്ട് തന്നെ നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തവരിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. ഇസ്രായേലി സമൂഹത്തിൽ ഒരു മനുഷ്യന്റെ, ഒരു പാപിയായ മനുഷ്യന്റെ കഥ ഇസ്രായേലി സമൂഹത്തിന്റെ പിന്മുറക്കാരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികൾക്ക് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു സന്ദർഭം. സ്വഹാബാക്കളോട് പറയുന്ന, സ്വഹാബ, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ ബനി ഇസ്രായേൽ സമൂഹം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരകൾക്കാണ് ബനു ഇസ്രായേൽ എന്നറിയപ്പെടുന്നത്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മറ്റൊരു നാമമാണ് ഇസ്രായേൽ നബി അലൈഹിസ്സലാം. യൂസുഫ് നബിന്റെ ഉപ്പയാണ് യാക്കൂബ് നബി. ആ യാക്കൂബ് നബിക്ക് ചരിത്രത്തിൽ മറ്റൊരു പേരുണ്ട്, അതാണ് ഇസ്രായേൽ നബി അലൈഹിസ്സലാം. മഹാനായിരിക്കുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളും മക്കളുടെ മക്കളും പേരമക്കളുമായി പിൽക്കാലത്ത് ഭൂമിയിലെ വാസസ്ഥരായ സമൂഹത്തെ കുറിച്ചാണ് ബനു ഇസ്രായേൽ എന്നറിയപ്പെടുന്നത്. ആ ഇസ്രായേലി സമൂഹത്തിൽ അള്ളാഹുവിനെ മറന്ന് ജീവിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ കഥ അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ കഥ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുക. അയാളുടെ പാപകൃത്യങ്ങളിൽ ഏറ്റവും ക്രൂരമായത് അകാരണമായി മനുഷ്യനെ കൊന്നൊടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അയാൾ ഒന്നല്ല പത്തല്ല 99ഓളം നിരപരാധികളെ കൊന്നു. ഒരു കാരണവുമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഥ സഹാബത്തിനോട് അവതരിപ്പിക്കുന്നത് വളരെ ഗദ്ഗദ ചിത്തനായ സങ്കടത്തോടെയാണ് പറയുന്നത്. 99 നിരപരാധികളെ കടാരക്കിരയാക്കിയ ഒരു ക്രൂരനായ ഒരു മനുഷ്യൻ 99 ആളുകളെ കൊന്നപ്പോ അയാൾക്ക് ബോധോദയമുണ്ടായി. ഞാൻ മഹാപാപിയാണല്ലോ, സൃഷ്ടികർത്താവായ അള്ളാഹുവിലേക്ക് ഞാൻ എത്തുമ്പോ എന്റെ കാര്യത്തിൽ അള്ളാഹു എന്തു തീരുമാനിക്കുമെന്നറിയില്ല. 99 വിലപ്പെട്ട ജീവനുകൾ നശിപ്പിക്കുമ്പോ ആ ജീവൻ നൽകിയ അള്ളാഹുവിനെ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഇനിയെങ്കിലും എന്റെ കർമ്മം കൃത്യം നിർത്തിവെച്ച് എനിക്ക് പാശ്ചാത്തപിച്ച് തൗബ ചെയ്ത് പരിശുദ്ധനാകണം എന്ന് കൊതിച്ചുകൊണ്ട് അയാള് തന്റെ സങ്കടം ബോധിപ്പിക്കാൻ ഒരു പണ്ഡിതനെ തെരഞ്ഞു നടന്നു എന്നാണ്. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബയോട് പറയുന്ന കഥയാണ്. ഹദീസിന്റെ കിതാബുകൾ രേഖപ്പെട്ട് കിടക്കുന്നു. അങ്ങനെ അയാള് ഒരു പണ്ഡിതന്റെ അടുക്കലെത്തി. എല്ലാ പണ്ഡിതന്മാരും പാണ്ഡിത്യം കൊണ്ട് നിറഞ്ഞവരാകില്ലല്ലോ. അതുകൊണ്ട് ചിലരോട് മസല ചോദിക്കുമ്പോ അവർക്ക് തോന്നുന്നത് പോലെ പറയാം. പ്രാമാണികതയുടെ പിൻബലം ഉണ്ടാകണമെന്നില്ല. പ്രാമാണികതയുടെ പിൻബലമുള്ള മസല പറയുന്നവർ അറിവിന്റെ ആഴത്തിലെത്തിയ പണ്ഡിതന്മാരാകാം. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെയൊക്കെ പെടുത്തി തരട്ടെ. ഒരു ആലിമിനെ കണ്ടെത്തി ഈ ഇസ്രായേലി സമൂഹത്തിൽപ്പെട്ട ഈ കൊലയാളി അദ്ദേഹം ജീവിതത്തിൽ ചെയ്തു വെച്ച ക്രൂരകൃത്യങ്ങളുടെ കഥ വിവരിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട പണ്ഡിതരെ, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു നന്മയും ഇതുവരെ ചെയ്തില്ല. എനിക്കൊരു ക്രൂര വിനോദമുണ്ടായിരുന്നു, മനുഷ്യരെ കൊല്ലുക എന്നുള്ളത്. ഒരു കാരണവുമില്ലാതെ നിരപരാധികളായ 99 ആളുകളെ
എന്റെ നൈമിഷികമായ വികാരത്തിനടിമപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ കടാരക്കിരയാക്കിയിട്ടുണ്ട്. 99 ആളുകളെ ഞാൻ ഉസ്താദെ കൊന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നുന്നു. എനിക്ക് പാസാദപിക്കണം, പരിശുദ്ധനാകണം, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പാഞ്ഞെടുക്കണമെന്നൊരു മോഹം എന്റെ മനസ്സിൽ വരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ ഗുരുമുഖത്ത് ഈ പണ്ഡിതരായ നിങ്ങളുടെ അടുക്കൽ വന്നത് എനിക്ക് തൗബയുണ്ടോ എന്നൊന്ന് ചോദിക്കാനാണ്. ആ പണ്ഡിതൻ അത്ര നിറഞ്ഞ പണ്ഡിതനായിരുന്നില്ല. അയാള് 99 ആളുകളെ ഒരു കാരണവുമില്ലാതെ നിങ്ങൾ കൊന്നെന്നോ? നിങ്ങൾക്ക് എന്ത് തൗബ? നിങ്ങൾക്ക് തൗബയൊന്നുമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് തൗബയൊന്നുമില്ല എന്ന് പറഞ്ഞു. അള്ളാന്റെ ഖുർആൻ പറയുന്നത് നമ്മളോട്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. ആ ഒരു ആയത്താണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നത്. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അല്ലാഹ് പറയാണ്, ഖുൽ, നബിയെ തങ്ങൾ പറയണം. ആരോട്? പാപികളായ ആളുകളോട്, പാപം ചെയ്തവരോട് പറയണം. യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തം ശരീരം കൊണ്ട് എണ്ണിയാൽ തീരാത്തത്ര പാപം ചെയ്ത പാപികളാണെങ്കിലും അവരോട് പറയണം, നബിയേ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിരാശപ്പെട്ടു പോകരുത്. എന്താണെന്നറിയുമോ? ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, എല്ലാ ദോഷങ്ങളും പൊറുക്കുന്നവനാണ് അല്ലാഹു. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. എത്ര വലിയ തെറ്റ് ചെയ്തവരാണെങ്കിലും പടച്ചോന്റെ മുമ്പിലേക്ക് കൈനീട്ടിയാൽ തട്ടാത്തവനാണ് റബ്ബ്. ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതിൽ മുട്ടുവാൻ മടിക്കണ്ട, നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാണെപ്പോഴും. നീ റബ്ബിലേക്ക് നിന്റെ സങ്കടം പറഞ്ഞുകൊണ്ട് കൈനീട്ടിയാൽ ആ കയ്യിനെ വെറുതെ മടക്കാത്തവനാണ് റബ്ബ്. അതുകൊണ്ട് എത്ര വലിയ പാപം ചെയ്ത് എത്ര വലിയ ദോഷിയായവരാണെങ്കിലും എല്ലാ ദോഷങ്ങളും അല്ലാഹ് പൊറുക്കുമെന്ന പ്രതീക്ഷാ നിർഭരമായ മനസ്സുണ്ടാകണം. അതാണ് ഈ സദസ്സിലിരിക്കുന്ന എല്ലാ ആണിനും പെണ്ണിനും ഉണ്ടാകേണ്ടത്. അള്ളാഹു നമുക്ക് അങ്ങനെ ഒരു മനസ്സു തരട്ടെ. എന്റെ ദോഷം അള്ളാഹു പൊറുക്കൂല എന്ന ഒരു കുറ്റബോധം ഉണ്ടാകരുത്. പടച്ചോനെ, പൈശാചികമായ പ്രേരണക്കടിമപ്പെട്ടുകൊണ്ട് ചില ദുർബല നിമിഷങ്ങൾക്ക് ഞാൻ വശംവദയായി പല തെറ്റുകളും എന്നോട് ചെയ്തിട്ടുണ്ട്. ആ തെറ്റൊരു പക്ഷേ എന്റെ ഭർത്താവ് അറിഞ്ഞാൽ എന്റെ ജീവിതം നശിച്ചു പോകും. ആ തെറ്റെന്റെ കുടുംബം അറിഞ്ഞാൽ എന്റെ ജീവിതം നശിച്ചു പോകും. ആ തെറ്റെന്റെ സമൂഹം അറിഞ്ഞാൽ പിന്നെ എനിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരുപാട് തെറ്റു ഞാൻ ചെയ്തു. അത് നീ മാത്രമേ അറിഞ്ഞുള്ളൂ. ഇന്ന് വരെ റബ്ബേ നീ എന്റെ മറ പൊളിച്ചില്ല. അൽഹംദുലില്ലാഹ്, ഇന്ന് വരെ റബ്ബേ നീ എന്റെ മറ പൊളിച്ചില്ല. നീ എത്ര വലിയ കാരുണ്യവാനാണ്. ആ ഒരു ബോധം നമ്മുടെ കൽബിലുണ്ടാകണം. അല്ലാഹ് എത്ര വലിയ കാരുണ്യമുള്ളവനാണ്. ഇന്ന് വരെ നമ്മളെ റബ്ബ് സമൂഹത്തിൽ വഷളാക്കിയില്ല. എന്തെല്ലാം തെറ്റുകൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടാകാം. അല്ലാഹു പുറത്തു തരട്ടെ. അങ്ങനെ പാപം ചെയ്ത ആളുകളോട് അല്ലാഹ് പറയുന്നത്, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശരാവരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, എല്ലാ ദോഷങ്ങളും അല്ലാഹു പൊറുക്കുന്നവനാണ്. ഈ ആശയമാണ് ഖുർആൻ നമ്മുടെ മുമ്പിൽ പ്രതീക്ഷയ്ക്ക് വേണ്ടി വെക്കുന്നത്. എത്ര വലിയ തെറ്റ് ചെയ്യുന്നവരാണെങ്കിലും. ഈ ആയത്തിറങ്ങിയത് ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ ക്രൂരമായി ഉഹദിൽ കൊന്ന വഹ്ശിയുടെ ഇസ്ലാമിലേക്കുള്ള വരവിന് വഴി തുറന്നുകൊണ്ടാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. വഹ്ശി നബിയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് ഇസ്ലാമിലേക്ക് വരണമെന്നുണ്ട്, പക്ഷേ
ഞാൻ വലിയ പാപിയാണല്ലോ, പടച്ചോൻ എനിക്ക് പുറത്തു തരുമോ എന്ന ആശങ്കയിലാണ് ഞാനുള്ളത്. ആ സമയത്താണ് മുഖറബുൽ അംലാക്ക് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിയിട്ട് ഈ ആയത്ത് ഓതി കൊടുക്കുന്നത്. അത് ലോകത്തുള്ള എല്ലാ പാപികൾക്കും ബാധകമാണ്. എല്ലാവരുടെ ദോഷങ്ങളും അല്ലാഹു പൊറുക്കുന്നതാണ്. ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ടാകണം. ചെയ്തു പോയ പാപങ്ങൾ, സംഭവിച്ചു പോയ പടച്ചോനെ ഇനിമേൽ ഞാൻ ഇനി അത്തരം പാപങ്ങൾ ചെയ്യില്ല എന്ന ഒരു ഉറപ്പോടുകൂടി, ചെയ്തു പോയതിൽ ഖേദത്തോടുകൂടി നമ്മൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചാൽ അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. ഇസ്രായേലി പണ്ഡിതൻ, ഇസ്രായേലി കുറ്റവാളി ഈ പണ്ഡിതന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട പണ്ഡിതരെ, 99 വിലപ്പെട്ട ജീവനുകൾ ഹനിക്കപ്പെട്ടു പോയി. എന്റെ കടാര കൊണ്ട് കുത്തി മലർത്തി ഞാൻ 99 ശരീരങ്ങളെ. അപ്പോഴൊന്നും എന്റെ മനസ്സാക്ഷി എന്നെ അതിൽ നിന്ന് തടഞ്ഞില്ല. ഇപ്പോൾ എന്റെ മനസ്സ് പറയുന്നു ഞാൻ മഹാപാപിയാണെന്ന്, കുറ്റക്കാരനാണെന്ന്. അതുകൊണ്ട് എനിക്ക് തൗബയുണ്ടോ? ചോദിച്ചത് ഒരു അരമൊയ്ലിയാരോടാണ്. അരമൊയ്ലിയന്മാരോട് മസല ചോദിച്ചാൽ കുടുങ്ങും. അങ്ങനെ ചോദിച്ചു. അപ്പൊ ഈ പണ്ഡിതൻ ഇങ്ങനെ ആലോചിച്ചു, 99 ജീവൻ നഷ്ടപ്പെടുത്തി എന്നോ? ഒരു കാരണവുമില്ലാതെ 99 ശരീരങ്ങളെ കുത്തിമലർത്തിയെന്നോ? ഉടൻ തന്നെ പണ്ഡിതൻ ഫത്വ കൊടുത്തു. എങ്ങനെ കൊടുത്തു? നിങ്ങൾക്ക് തൗബയില്ല, നിങ്ങൾക്ക് തൗബയില്ല എന്ന് പറഞ്ഞു. ഈ പാപിയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ഈ കഥ പറഞ്ഞു കൊടുക്കുക. നബി പറഞ്ഞ കഥ കളവല്ലല്ലോ, സത്യസന്ധമായ സംഭവ്യമായ കഥയാണ്. ഹദീസിന്റെ കിതാബുകളിൽ സ്വഹീഹായി രേഖപ്പെട്ട് കിടക്കുന്നു. നിങ്ങൾക്ക് തൗബ ഇല്ല എന്ന് പറഞ്ഞപ്പോഴും 99 ആളുകളെ കൊന്ന കത്തി അയാളുടെ അരയിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് തൗബ ഇല്ല എന്ന് പണ്ഡിതൻ പറഞ്ഞപ്പോഴും അയാളുടെ അരയിൽ ഏതുണ്ട്? ഏത് കത്തി? 99 ആളുകളെ കൊന്ന കടാര അയാളുടെ അരയിലുണ്ട്. അയാൾ ആ കടാര ഊരി 99 ആയുള്ളൂ, ഒന്നും കൂടി ആയിക്കോട്ടെ എന്ന് കരുതി ആ പണ്ഡിതനെയും കൊന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എനിക്ക് തൗബയില്ല എന്ന് പറഞ്ഞ പണ്ഡിതന് ലോകത്ത് വേണ്ടെന്ന് അയാളാണ് തീരുമാനിച്ചു. ആ ആലിമിനെയും അയാൾ കൊന്നു. 100 ആളെ കൊന്നു. അയാള് പോവുകയാണ് മറ്റൊരു പണ്ഡിതനെ അന്വേഷിച്ച്. ഇനി അയാൾക്ക് പറയാനുള്ള 99ന്റെ കഥയല്ല, 100ന്റെ കഥയാണ്. ആരോ പറഞ്ഞു, ഇന്നാലിന്ന സ്ഥലത്ത് ഒരു നിറഞ്ഞ പണ്ഡിതൻ അയാൾ ജീവിക്കുന്നുണ്ട്, അയാളെ സമീപിച്ചു നോക്കൂ. ഈ മനുഷ്യൻ 100ാമത്തെ ആളെയും കൊന്നുകൊണ്ട് ആ പറയപ്പെട്ട പണ്ഡിതന്റെ അടുക്കൽ ചെന്നു. അയാളോട് പറഞ്ഞു, ഞാനിങ്ങനെ 100 പേരെ കൊന്നുപോയിട്ടുണ്ട്, ഒരു കാരണവുമില്ലാതെ. 100ാമനെ കൊന്നതിനൊരു കാരണമുണ്ട്, 99നെ കൊന്നതിനും കാരണമില്ല. 100ാമനെ കൊന്നതിനൊരു കാരണമുണ്ട്. 99 കാരണമില്ലാത്തവരെ കൊന്ന എനിക്ക് തൗബയില്ല എന്ന് തെറ്റായി ഫത്വ നൽകിയതാണ് 100ാമനെ കൊല്ലാൻ കാരണം. ആ കത്തി ഇപ്പോഴും എന്റെ അരയിലുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, എനിക്ക് തൗബയുണ്ടോ? മറ്റൊരു ആലിമിനോട് ചോദിച്ചു. ആലിമ് പറഞ്ഞു, നിങ്ങൾക്ക് തൗബയുണ്ട്. അല്ലാഹു തആല പറയുന്നത്, നിങ്ങൾ എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും അല്ലാഹ് നിങ്ങളുടെ തൗബ സ്വീകരിക്കുമെന്നാണ്. അദ്ദേഹം തൗറാത്തിലെ ഒരു ആയത്ത് ഓതി കൊടുത്തു. നമ്മുടെ ഖുർആൻ ഞാൻ നേരത്തെ ഓതിയ ആയത്തിന്റെ ആശയം വരുന്ന ഒരു വചനം, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖനതൂ മിർ റഹ്മത്തില്ലാഹ്. നിങ്ങൾ നിരാശരാവണ്ട, എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും. അതുകൊണ്ട് നിങ്ങൾക്ക് തൗബയുണ്ട് എന്നാ മനുഷ്യനോട് പറഞ്ഞപ്പോ അയാൾക്ക് സന്തോഷമായി. അയാള് ചോദിച്ചു, ഞാൻ തൗബ ചെയ്യാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? എവിടെ ചെന്നാലാണ് എന്റെ തൗബ സ്വീകരിക്കുക? ആ പണ്ഡിതൻ പറഞ്ഞു, ഇങ്ങനെ കുറച്ചങ്ങോട്ട് പോയാൽ ഒരു വലിയ മല കാണാം. ആ മലയുടെ മുകളിൽ കാട്ടിന്റെ ഉള്ളിൽ കുറെ ആളുകളെ ഇബാദത്തുമായി കഴിഞ്ഞുകൂടുന്നുണ്ട്. അവർക്ക് ദുനിയാവിനെ കുറിച്ചുള്ള ചിന്തയില്ല, അവരെ ഇബാദത്തിലാണ്.
കാലഘട്ടം ആകെ ഫസാദായാൽ പിന്നെ ഏതെങ്കിലും കാട്ടിൽ പോയി കൂടലാണ് നല്ലത്. അതുകൊണ്ട് ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് സ്വാലിഹീങ്ങളായ അടിമകൾ ആ പർവ്വതത്തിന്റെ മുകളിൽ ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്നുണ്ട്. അവർക്ക് ഇലാഹിയായ ഒരു ചിന്തയല്ലാതെ ദുനിയാവിനെ കുറിച്ചുള്ള ഒരു ചിന്തയുമില്ല. നിങ്ങൾ അവരിൽ ഒരാളായി ചെന്നു ചേരണം. എന്നിട്ട് അവിടുന്ന് റബ്ബിനോട് നിങ്ങൾ അങ്ങനെ ഇബാദത്ത് ചെയ്ത് പാപം മാപ്പിരക്കണം, റബ്ബിനോട് തൗബ ചെയ്യണം. അയാളത് കേൾക്കേണ്ട താമസം ആവേശഭരിതനായി ആ പർവ്വതത്തിലേക്ക് പോവുകയാണ്. പോകുന്ന ഇടയിൽ വെച്ചുകൊണ്ട് അള്ളാന്റെ വിധി എന്ന് പറയട്ടെ, മലക്കുൽ മൗത്ത് ഖാബിദുൽ അർവാഹി അസ്റായീൽ അയാൾ ആ മലയിലേക്ക് ഇങ്ങനെ പോവാണ് ആവേശത്തോടെ. അപ്പൊ അതിന്റെ ഇടയിൽ അസ്റായീൽ വന്നിട്ട് അയാളുടെ റൂഹിനെ പിടിച്ചു. അയാൾക്ക് തൗബ ചെയ്യാൻ കഴിഞ്ഞോ? ഇല്ല. തൗബ ചെയ്യുന്നതിന് മുമ്പ് അയാൾ മരിച്ചു. തൗബയിലേക്ക് അയാൾ പോകുന്നേയുള്ളൂ കുറ്റബോധത്തോടെ. അയാള് തൗബ ചെയ്യാൻ വേണ്ടി പോകുന്ന വഴിമധ്യേ അയാളുടെ മരണം അയാളെ പിടികൂടി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഥ പറയുന്നു. അങ്ങനെ അയാള് മരണത്തിന് വഴിപ്പെട്ടു കൊടുത്തു. അയാള് മരിച്ചു. മരിക്കുന്ന ഘട്ടം വന്ന്, റൂഹ് പിരിയുന്ന ഘട്ടം വന്നപ്പോ റഹ്മത്തിന്റെ മലക്കുകൾ സ്വർഗത്തിലെ പട്ടും സുഗന്ധവുമായിട്ട് അയാളുടെ റൂഹിനെ സ്വീകരിക്കാൻ വന്നു. അദാബിന്റെ മലക്കുകൾ നരകത്തിലെ കറുകറുത്ത കരിമ്പിടവും അതേപോലെ തന്നെ ചൂടുള്ള വസ്ത്രവുമായിട്ട് വന്നു അയാളുടെ റൂഹിനെ സ്വീകരിക്കാൻ. അദാബിന്റെ മലക്കുകളും വന്നു, റഹ്മത്തിന്റെ മലക്കുകളും വന്നു. റഹ്മത്തിന്റെ മലക്കുകളും അദാബിന്റെ മലക്കുകളും തമ്മിൽ തർക്കം തുടങ്ങി. എന്താ തർക്കമെന്നറിയുമോ? റഹ്മത്തിന്റെ മലക്കുകൾ പറഞ്ഞു, ഇയാള് നല്ലൊരു ലക്ഷ്യത്തോടു കൂടി പുറപ്പെട്ടതാണ്, അതുകൊണ്ട് ഇയാളുടെ റൂഹിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. അദാബിന്റെ മലക്കുകൾ പറഞ്ഞു, ലക്ഷ്യമേ ഉണ്ടായിട്ടുള്ളൂ, ലക്ഷ്യം സാധിച്ചിട്ടില്ലല്ലോ. ഇതുവരെ അയാള് നാളിതുവരെ ചെയ്തത് മുഴുവനും അല്ലാഹുവിന് പൊരുത്തമില്ലാത്ത കൊലപാതകങ്ങളാണ്, അതുകൊണ്ട് അയാൾ റൂഹിനെ നരകത്തിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ തർക്കം മൂർധന്യ ദശയിലെത്തിയപ്പോ അല്ലാഹു തആല ആ മനുഷ്യന്റെ തീർപ്പ് കൽപ്പിക്കാൻ ഒരു മധ്യസ്ഥനായ ഒരു മലക്കിനെ അയച്ചു. അപ്പോഴേക്കും എന്ത് സംഭവിച്ചു എന്നറിയുമോ? മരണവേദന കൊണ്ട് പിടയുന്ന ആ മനുഷ്യൻ മരിച്ചത് അയാൾ പുറപ്പെട്ട സ്ഥലത്തിന്റെയും എത്താറുള്ള സ്ഥലത്തിന്റെയും അഥവാ തൗബയുണ്ടെന്ന് പറഞ്ഞ ആലിമിൽ നിന്ന് മലയിലേക്കുള്ള വഴിയുടെ മധ്യത്തിൽ ഒത്ത നടുവിൽ വെച്ചാണ് മരണപ്പെട്ടത്. മരണത്തിന്റെ വേദന കൊണ്ട് അയാൾ കടന്ന് പിടഞ്ഞപ്പോ ഒരു ചാണ് കൂടുതൽ അയാൾ തൗബയിലേക്ക് അങ്ങോട്ട് അടുത്തുപോയി. അയാൾ വരുന്ന വഴിയിൽ നിന്നും ഒരു ചാണ് കൂടുതൽ അയാൾ തൗബയുടെ വഴിയിലേക്ക് അടുത്തുപോയി. അയാൾ മരിച്ചത് ഒത്ത നടുവിൽ വെച്ചിട്ടാണ്. പണ്ഡിതന്റെ അടുക്കൽ നിന്ന് അളന്ന് നോക്കിയാൽ അയാൾ മരിച്ച സ്ഥലം ഇനി മലയിലേക്ക് എത്തുന്ന സ്ഥലം 20 കിലോമീറ്റർ ആണെങ്കിൽ കറക്റ്റ് 10 കിലോമീറ്ററിൽ കടന്ന് അയാൾ മരിച്ചു. അപ്പൊ 10ഉം 10ഉമാണ്. വന്ന സ്ഥലം 10, പോകാനുള്ളത് 10. അല്ലാഹ് അയാളുടെ മരണവേദന കൊണ്ട് എന്ത് ചെയ്തു? അയാൾ കിടന്ന് പെടഞ്ഞപ്പോ ഒരു 10 കിലോമീറ്ററിന്റെ കൂടെ ഒരു ചാണും കൂടി എങ്ങോട്ട് അടുപ്പിച്ചു കൊടുത്തു? തൗബയിലേക്ക്, മലയിലേക്ക് അടുപ്പിച്ചു കൊടുത്തു. ഈ മധ്യസ്ഥനായ മലക്ക് വന്നിട്ട് മലക്ക് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. റഹ്മത്തിന്റെ മലക്കുകളെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് തർക്കിക്കുകയാണല്ലോ. നിങ്ങൾ നരകത്തിന്റെ മലക്കുകളെ, അദാബിന്റെ മലക്കുകളെ നിങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് വാശി പിടിക്കുകയാണല്ലോ. അതുകൊണ്ട് നമുക്ക് നിങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാണ് തീർപ്പെന്ന് കണക്കാക്കാൻ ഇയാളുടെ നടന്നു വന്ന വഴി ഒന്ന് അളന്നു നോക്കാം. ഇയാൾക്കിനി പോകാനുള്ള വഴി ഇവിടുന്ന് അങ്ങോട്ട് വളർന്നു നോക്കാം. എങ്ങോട്ടാണോ അയാൾ കൂടുതൽ അടുത്തത് ആ ഭാഗത്തിന്റെ പരിഗണന കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന വഴി അയാൾ മരിച്ചത് വരെ അളന്നു നോക്കുമ്പോ കൃത്യമായിട്ട് പകുതിയിലെത്തിയിരിക്കുന്നു. അവിടുന്ന് അളവ് തുടങ്ങിയിട്ട് മല വരെയുള്ള തുടങ്ങി നോക്കുമ്പോ ഒരു ചാണ് കുറവ് കൂടുതൽ അടുത്തിരിക്കുന്നത് മലയിലേക്കാണ്, തൗബയിലേക്കാണ്. ആ തീരുമാനം വന്നപ്പോൾ ആ മലക്ക് പറഞ്ഞു, ഈ മനുഷ്യൻ തൗബയിലേക്ക് അടുത്തത് കൊണ്ട് തൗബ ചെയ്യണമെന്നല്ല, തൗബയിലേക്ക് പോകുന്ന വഴിയോടടുത്താണ് ഇയാള് മരിച്ചത് കൊണ്ട് ഇയാളുടെ റൂഹിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്നാണ് റബ്ബിന്റെ തീരുമാനം. അങ്ങനെ ആ മനുഷ്യൻ ഇന്ന് സ്വർഗത്തിലുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ വരവ് മതി അല്ലാഹു തആല നമ്മുടെ പാപം പൊറുക്കാൻ. അല്ലാഹു ആ നിലക്കുള്ള വരവാക്കി ഇതിനെ മാറ്റി തരട്ടെ. നമ്മുടെ ഈ വരവ് കൊണ്ട് തന്നെ നമ്മുടെ ദോഷങ്ങൾ പൊറുത്തു. കാരണം നമ്മൾ മറ്റൊരു ലക്ഷ്യത്തോടെയല്ല വന്നത്. ഇരിക്കാനിടമില്ലാതെ കഷ്ടപ്പെടുകയാണ് നമ്മൾ, അല്ലേ?
ഇരിക്കാൻ ഇടമില്ലാതെ കഷ്ടപ്പെടുന്നു. എന്തേ? ഇവിടെ ഒന്നും നിങ്ങൾക്ക് തരുന്നില്ല, നിങ്ങളിൽ നിന്ന് വാങ്ങുകയല്ലാതെ. നിങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങല്ലാണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് ഒന്നും തരുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് അറ്റ്ലീസ്റ്റ് ഒരു ഈത്തപ്പഴം പോലും നിങ്ങൾ പോകുമ്പോ നിങ്ങൾക്ക് തരാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ വന്നത് ദുനിയാവിൽ എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടല്ല. പിന്നെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഒരുപാട് താളപ്പിഴകൾ സംഭവിച്ചു പോയി. അപ്പോ ഒരുപാട് ദോഷങ്ങൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുണ്ട്. നിങ്ങൾ അറിയുമോ, ചരിത്രത്തിൽ ഒരുപാട് മഹിളകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് പാപികളായ. അവർക്കൊക്കെ റബ്ബ് റഹ്മത്ത് ചെയ്ത് പുറത്തു കൊടുത്തിട്ടുണ്ട്. ബസ്രക്കാരിയായ ഷഅബാന എന്നറിയപ്പെടുന്ന ഒരു പെണ്ണിനെ ചരിത്രം പരിചയപ്പെടുത്തുന്നുണ്ട്. ആ പെണ്ണിന് അല്ലാഹു തആല നല്ല സൗന്ദര്യം കൊടുത്തിരുന്നു. ആരും കണ്ടാൽ മോഹിച്ചു പോകുന്ന മുഞ്ചു കൊടുത്ത ഒരു പെണ്ണാണ് ആ പെണ്ണിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ചെറുപ്പക്കാര് ബസ്രയിൽ ജീവിച്ചിരുന്നു. ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. ആ പെണ്ണിന്റെ കേളി ലോകത്തൊട്ടാകെ പ്രചരിച്ചു. വളരെ സൗന്ദര്യവതിയായ, ഏത് പുരുഷന്റെ മനസ്സും മടുപ്പിച്ചു കളയുന്ന, മനസ്സും മയക്കിക്കളയുന്ന ഒരു സുന്ദരിയുണ്ട് ബസ്രയിൽ. പേര് ഷഅബാന എന്നാണ്. അത് കേട്ടുകൊണ്ട് പല നാടുകളിൽ നിന്നും കുതിരപ്പുറത്ത് കയറിയിട്ട് ചെറുപ്പക്കാര് വരാൻ തുടങ്ങി. പെണ്ണിനെ കണ്ടിട്ട് പോകാനല്ല, പിന്നെ ഒന്ന് ആസ്വദിക്കാൻ, ഒന്ന് അനുഭവിക്കാൻ. അങ്ങനെ ഒരു പെണ്ണുണ്ടായിരുന്നു ചരിത്രത്തിൽ. ആ പെണ്ണിനെ നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുന്ന, ആ പെണ്ണിന് റബ്ബ് കൊടുത്ത വലിയ നേട്ടം പരിചയപ്പെടുത്താനാണ്. ആ പെണ്ണതൊരു സാമ്പത്തിക മുതൽകൂട്ടിന്റെ വഴിയായി കണ്ടു. തന്റെ ശരീരത്തിന് അല്ലാഹു കൊടുത്ത സൗന്ദര്യം തന്നെ തേടി വരുന്ന പുരുഷന്മാർക്ക് നിർലജ്ജം തുറന്നു വെച്ചു കൊടുത്തു. പലരും വന്നുകൊണ്ട് ആ പെണ്ണിനെ ആസ്വദിച്ചു മടങ്ങിപ്പോയി. അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അനുസ്യൂദ്യം തുടരുകയാണ്. ഒരു മാറ്റവുമില്ല. അനുദിനം ആളുകൾ കൂടി വരികയാണ്. വേശ്യാവൃത്തി ബസ്രയുടെ മുഖത്തെ വികൃതമാക്കുകയാണ്. അങ്ങനെയാണ് മഹാനായിരിക്കുന്ന സാലിഹുൽ മുർരി റളിയല്ലാഹു തആല അൻഹു എന്ന ഒരു പണ്ഡിതൻ ബസ്രയിൽ ഒരു വഅലിന് വരുന്നത്. ബസ്രയിൽ ഒരു വഅലിന് വന്നു. അദ്ദേഹത്തിന്റെ നീണ്ട നാളത്തെ വഅലുകൾ, ആ വഅലുകളുടെ സ്റ്റേജിൽ നിന്നുള്ള വഅലിന്റെ ശബ്ദം ഈ ഷഅബാനത്തിന്റെ വേശ്യാലയത്തിലേക്ക് എത്താറുണ്ട്. ഒരു ദിവസം ഷഅബാന തന്നെ തേടി വന്ന പുരുഷന്മാരുമായി തടി പങ്കിട്ടുകൊണ്ടിരിക്കുമ്പോ അതാ സ്റ്റേജിൽ നിന്ന് നല്ല വയല് കേൾക്കുകയാണ്. ആ വയല് കേട്ടപ്പോൾ ഷഅബാന പറഞ്ഞു, ആരാണടാ അത്? എന്താണൊരു വല്ലാത്തൊരു ശബ്ദം? ആരെങ്കിലും ഒരാള് പോയിട്ട് ആ വയല് നിർത്താൻ പറ. നമുക്കിവിടെ നമ്മുടെ സ്വൈരം നഷ്ടപ്പെട്ടു പോകുന്നല്ലോ. വേണ്ട വിധത്തിൽ നമുക്ക് ശാരീരിക സുഖം അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് വയല് നിർത്താൻ പറ എന്ന് പറഞ്ഞിട്ട് ഒരാളെ തന്നെ തേടി വന്ന ഒരു പുരുഷനെ അത് നിർത്താൻ പറയാൻ വേണ്ടി പറഞ്ഞു വിട്ടു. അയാള് പോയി നോക്കുമ്പോ കാണുന്ന രംഗം, അള്ളാന്റെ ഖുർആൻ ഓതിയിട്ട് നല്ല ഒരു മുത്തഖിയായ ഒരു പണ്ഡിതൻ ഇങ്ങനെ വയല് പറയുന്നു. ആ വയല് കേട്ടിട്ട് സദസ്സിൽ ഒരുപാട് ആളുകള് ബോധരഹിതരായി വീണ് കിടക്കുന്നു. വയലിന്റെ ഗൗരവം കൊണ്ട് മനസ്സിലാക്കുന്ന വയലാണ്. ബോധരഹിതരായി വീണ് കിടക്കുന്നു. ഒരുപാട് ആളുകള് നിയന്ത്രണമില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ രംഗം കണ്ടപ്പോൾ ആ മനുഷ്യൻ അള്ളാനെ ഭയപ്പെട്ടുകൊണ്ട് അവിടെ വീണുപോയി. വയല് നിർത്താൻ വേണ്ടി പോയ ആൾ അവിടെ വീണു. കുറെ സമയം കഴിഞ്ഞിട്ടും വയലിന്റെ ശബ്ദം നിൽക്കുന്നില്ല. ഷഅബാന പറഞ്ഞു, ആ പോയ ചങ്ങായിയുടെ പോയി? വേറൊരാള് പോയി നോക്കുന്നു. രണ്ടാമത്തെ ആള് വന്നു. അയാളും ഇതുപോലെ തന്നെ ആ വയല് കേട്ട് അവിടെ ഇരുന്നു പോയി. കുറെ കഴിഞ്ഞിട്ട് അയാളെയും കാണാണ്ടായപ്പോ ഷഅബാന മൂന്നാമത്തെ ഒരാളെ പറഞ്ഞയച്ചു. അയാള് വന്നിട്ട് പറഞ്ഞു, രംഗം വളരെ അത്ഭുതകരമാണ്. എന്താ? നേരത്തെ വയല് നിർത്താൻ പോയ രണ്ടാള് ബോധമില്ലാതെ ആ സദസ്സിൽ വീണിട്ടുണ്ട്. കുറെ ആളങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. കുറെ ആള് കരഞ്ഞു കണ്ണുനീരൊലിപ്പിക്കുന്നുണ്ട്. ഒരു പണ്ഡിതൻ മനസ്സിളക്കുന്ന വയല് പറയുന്നുണ്ട്. ഷഅബാന പറഞ്ഞു, അങ്ങനെ ഒരു വയലുണ്ടോ? എന്നാൽ ഞാൻ പോയിട്ടത് നിർത്താൻ പറയാം എന്ന് പറഞ്ഞിട്ട് തന്നെ അനുഭവിക്കാൻ വന്ന ചെറുപ്പക്കാരോട് തൽക്കാലം ഒന്ന് ക്ഷമിക്കാൻ പറഞ്ഞിട്ട് ഷഅബാന ആ വയലിന്റെ സദസ്സിലേക്ക് പോവുകയാണ്. ചെല്ലുന്ന സമയത്ത് ഷഅബാന കേൾക്കുന്നത് ഖുർആനിലെ ചില ആയത്തുകളാണ്. ഇന്നലദൈനാ ഗാലം വജഹീമ വതആമൻ ദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമാ.
ഇങ്ങനെ ഈ ആയത്തോടാണ്. എന്താ ആയത്തിന്റെ മാന? അള്ളാഹുവിനെ മറന്നുകൊണ്ട് താന്തോന്നികളായി തെമ്മാടികളായി ജീവിച്ച ആളുകൾ മരണപ്പെട്ടുകൊണ്ട് റബ്ബിന്റെ അടുക്കലെത്തുമ്പോ അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നത് കഴുത്തിൽ കുടുങ്ങുന്ന ചില കുടുക്കുശങ്കലകളാണ്. അവരെ ചങ്ങലൊക്കെ കുടുക്കിയിട്ട് ഭ്രാന്തൻ നായെ കൊണ്ടുപോകും പോലെ വലിച്ചുകൊണ്ട് സബാനിയാക്കളായ മലക്കളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. അങ്ങനെ നരകത്തിൽ അവർ കടന്നാലോ അവർക്ക് തിന്നാൻ കൊടുക്കുന്ന തൊണ്ടയിൽ കെട്ടുന്ന മുള്ള് നിറഞ്ഞ ഭക്ഷണങ്ങളാണ്. ആ ഭക്ഷണം അവർ കഴിക്കുമ്പോ അവരെ തൊണ്ട അടഞ്ഞു പോകുമ്പോ അല്ലാഹു തആല അവർക്ക് ദാഹജലത്തിന് അവർ കേഴുമ്പോ അല്ല കൊടുക്കുന്നത് ജഹീമാ. ചുണ്ടോടടുപ്പിച്ചാൽ ചുണ്ടുരുകി പോകുന്ന നരകത്തിലെ അഗ്നിജ്വാലയിലിട്ട് പതപ്പിച്ച് തിളപ്പിച്ച് അതിചൂടാക്കിയ വെള്ളമാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്. ആ വെള്ളം കുടിക്കലോടുകൂടി അവരെ കുടൽമാലകളെ മുഴുവനും ദ്രാവക രൂപത്തിൽ പുറത്തേക്ക് ഒഴുകുകയാണ്. അവരെ വയറ് മുഴുവനും കത്തിക്കരിഞ്ഞു പോവുകയാണ്. അങ്ങനെയുള്ള കുടിവെള്ളവും ഭക്ഷണവുമാണ് തെമ്മാടികളായ ആളുകൾ, പാപികളായ ആളുകൾക്ക് നാളെ നരകത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നർത്ഥം വരുന്ന ആയത്ത് ഓതുന്നത് ശഅബാന കേട്ടപ്പോ ശഅബാനത്ത് ചിന്തിച്ചു, പടച്ചോനെ ഇതെന്നെ പറ്റിയാണല്ലോ ഈ പറയുന്നത്. നീ എനിക്ക് വലിയ സൗന്ദര്യം തന്നു, എല്ലാ ആളുകളും ആകർഷിക്കുന്ന ആകാര വൈശിഷ്ട്യം തന്നു. ആ സൗന്ദര്യവും എന്റെ ശരീരത്തിന്റെ സൗന്ദര്യമായ സുന്ദരമായ രൂപങ്ങളും അന്യപുരുഷന്മാര് തേടി വന്നപ്പോൾ അവരെ വന്ന കൈകളെ മടക്കാതെ ഞാൻ സ്വീകരിച്ചു. ഇനി ഞാൻ മരിച്ച റബ്ബേ നിന്റെ അടുക്കൽ വരുമ്പോ എന്റെ കഴുത്തിൽ കൊടുക്കുന്ന ചങ്ങലകളും എനിക്ക് തൊള്ള പൊള്ളുന്ന ഭക്ഷണങ്ങളും തൊണ്ടയിൽ കെട്ടുന്ന ഭക്ഷണങ്ങളും കുടലൊരുകുന്ന വെള്ളവുമാണല്ലോ നാളെ ആഖിറത്തിൽ എന്നെ കാത്തു നിൽക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ശഅബാന അങ്ങ് കരയാൻ തുടങ്ങി. പിന്നെ തന്റെ വേശ്യാവൃത്തി മറന്നുപോയി. കരഞ്ഞു 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 കരഞ്ഞ് ഏതോ ഒരു നിമിഷത്തിൽ ബോധം നഷ്ടപ്പെട്ട ആ പെണ്ണവിടെ വീണു. കുറെ കഴിഞ്ഞ് ബോധം തെളിഞ്ഞു നോക്കുമ്പോ സദസ്സിൽ ഒരു മനുഷ്യരെയും കാണുന്നില്ല. എല്ലാവരും വയല് കഴിഞ്ഞ് പിരിഞ്ഞു പോയിരിക്കുന്നു. സ്റ്റേജിൽ ഇതുവരെ വയല് പറഞ്ഞ ആലിമിരിക്കുന്നുണ്ട്. ആ ആലിമിന്റെ മുമ്പിലേക്ക് തന്റെ വസ്ത്രം കൊണ്ട് മുഖം മറച്ച് ശഅബാന മെല്ലെ മെല്ലെ കടന്നു ചെന്നിട്ട് പറഞ്ഞു, യാ ശൈഖ്, എന്റെ പ്രിയപ്പെട്ട പണ്ഡിതരെ, നിങ്ങളുടെ ഒരു വയലാണ് എന്റെ മനസ്സിന് മാനസാന്തരമുണ്ടാക്കിയത്. ഞാൻ അള്ളാഹുവിന്റെ ദുനിയാവിൽ ഏറ്റവും വലിയ പാപം ചെയ്ത പാപിയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്റെ മനസ്സ് വല്ലാതെ നോവുന്നു, വേദനിക്കുന്നു. എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിക്കാനാണ് വന്നത്. ഈ പണ്ഡിതൻ പറഞ്ഞു, മോളെ, എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കുറ്റബോധത്തോടുകൂടി കൈ നീട്ടിയാൽ ഏത് ദോഷവും പൊറുക്കുന്നവനാണ് അല്ലാഹ്. അതുകൊണ്ട് എന്റെ മോൾ അല്ലാഹുവിനോട് തൗബ ചെയ്തോ, അല്ലാഹ് സ്വീകരിക്കും എന്ന് പറഞ്ഞപ്പോൾ ശഅബാനത്ത് പറയുന്ന, പ്രിയപ്പെട്ട ഉസ്താദേ, നിങ്ങൾ വിചാരിക്കും പോലെ 1, 2, 3, 4 കൊല്ലമുള്ള ദോഷമല്ല എനിക്ക് പറയാറുള്ളത്. എനിക്ക് ജനിച്ചിട്ട് ബോധം തെളിഞ്ഞ അന്ന് മുതൽ എന്റെ ശരീരം ഞാൻ ഹറാമിന് വേണ്ടിയാണ് ഒഴിഞ്ഞു വെച്ചത്. ഇന്ന് വരെ ഒരു നന്മയും ചെയ്തില്ല. ആ സമയത്ത് ഈ ഇരിക്കുന്ന പണ്ഡിതൻ പറയുന്നു, മോളെ, നീ ഒന്ന് മേൽപോട്ട് നോക്കൂ. ഇത് പാതിരാ സമയമാണല്ലോ. എത്ര നക്ഷത്രങ്ങളാണ് ആകാശലോകത്ത് മിന്നിമറയുന്നത്. നിനക്ക് എണ്ണിയിട്ട് തീർക്കാൻ കഴിയുമോ? ശഅബാന പറഞ്ഞു, ലാ വല്ലാഹി, സാധ്യമല്ല പണ്ഡിതരെ. എന്നാൽ ആ നക്ഷത്രക്കൂട്ടങ്ങളുടെ എണ്ണം കണ്ട് പാപം ചെയ്ത ഒരു പാപിയാണ് റബ്ബിനോട് തൗബ ചെയ്യുന്നതെങ്കിലും അല്ലാഹ് സ്വീകരിക്കും മോളെ. അപ്പോഴും ശഅബാന കരയുകയാണ്, ഉസ്താദേ, ആ നക്ഷത്രക്കൂട്ടങ്ങളെക്കാളൊക്കെ എത്രയോ കൂടുതൽ തെമ്മാടിത്തം ചെയ്താണ് ഇതുവരെ ഞാൻ ജീവിച്ചത്. ഇന്ന് വരെ ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഒരു സുജൂദ് ചെയ്തില്ല. ഇന്ന് വരെ ഞാനൊരു നോമ്പെടുത്തില്ല. ഇന്ന് വരെ ഒരു പാവപ്പെട്ടവൻ അന്നം കൊടുത്തില്ല. ഞാനാകെ ബേജാറിലാണ് പണ്ഡിതരെ എന്ന് പറഞ്ഞപ്പോ മഹാനായ ശഅബാന പറയുന്നു, മോളെ,
നീ മരുഭൂമി കണ്ടിട്ടുണ്ടോ? ആ മരുഭൂമിയിൽ എത്ര മണൽത്തരികളാണ് ഒരാൾക്ക് ജീവിതം മുഴുവനും എണ്ണിയാലും തീരാത്തത്ര എത്ര പാപങ്ങളാണെന്നറിയുമോ? അതുകൊണ്ട് എന്റെ പൊന്നുമോളെ, മരുഭൂമിയിൽ പരന്നു കിടക്കുന്ന മണൽത്തരികളുടെ എണ്ണം കണ്ട് പാപം ചെയ്തവളാണെങ്കിലും അല്ലാഹു തആല തൗബയുടെ മനസ്സോടെ കൈ ഉയർത്തിയാൽ അവളുടെ തൗബ സ്വീകരിക്കുമെന്നാണ് റബ്ബ് ഖുർആനിൽ പറഞ്ഞത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാവരുത് എന്നാണ് റബ്ബ് പറഞ്ഞിരിക്കുന്നത്. എത്ര വലിയ എണ്ണിയാലൊടുങ്ങാത്ത പാപികളാണെങ്കിലും അല്ലാഹ് പൊറുക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് മോളെ എന്ന് പറഞ്ഞപ്പോ ശഅബാന പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ, ഇത് പാതിര കഴിഞ്ഞ സമയമാണല്ലോ. നിങ്ങളും ഞാനുമല്ലാതെ, എന്നെ പടച്ച റബ്ബുമല്ലാതെ എന്റെ ഈ കുറ്റബോധ സമർപ്പണത്തിന് സാക്ഷിയാകാൻ ഒരു മൂന്നാമൻ ഇവിടെയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ഉസ്താദെ നിങ്ങളോട് തുറന്നു പറയുന്നു, എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ഒരു നന്മയും ചെയ്തില്ല. എനിക്ക് എത്ര നല്ല സൗന്ദര്യം റബ്ബ് തന്നു, ആരോഗ്യം തന്നു, എല്ലാം ഞാൻ ഹറാമിന് വേണ്ടി ചെയ്തു വെച്ചു. അതുകൊണ്ട് എന്റെ പാപം മരുഭൂമിയിലെ മണൽത്തരികളെക്കാളും കൂടുതലാണ് പണ്ഡിതരെ എന്ന് പറഞ്ഞപ്പോ ഈ ചോദിക്കുന്ന പെണ്ണ് ശഅബാനയാണെന്ന് ഈ ഉസ്താദിനറിയില്ല. അതുകൊണ്ട് ഉസ്താദ് അവസാനം പറഞ്ഞ, പൊന്നുമോളെ, ഈ ബസറയിൽ ഒരു തെമ്മാടി പെണ്ണുണ്ടല്ലോ, ലോകത്ത് തെമ്മാടിത്തത്തിൽ പേര് കേട്ട ഒരു പെണ്ണ്. ആ പെണ്ണ് ശഅബാന തന്നെയാണ്. അവളുടെ കുറ്റകൃത്യങ്ങൾ നിർത്തി വെച്ചിട്ട് തൗബ ചെയ്യുന്നതെങ്കിലും അവളുടെ തൗബ അല്ലാഹ് സ്വീകരിക്കും മോളെ എന്ന് പറഞ്ഞപ്പോ ശഅബാനത്ത് രണ്ട് കൈയും മാറിലേക്ക് വെച്ചിട്ട് ഒരു പണ്ഡിതനായ മുത്തഖിയായ ഒരു ആലിമിന്റെ മനസ്സിൽ പോലും എന്നെ കുറിച്ച് ഇതുപോലെയുള്ള ഒരു തെറ്റായ ചിത്രം സൃഷ്ടിച്ചു കൊടുത്തത് എന്റെ കുത്തഴിഞ്ഞ ജീവിതമാണല്ലോ പടച്ചോനെ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ പെണ്ണ് കരഞ്ഞ് ബോധരഹിതയായി വീണ്ടും അവിടെ വീഴുകയാണ്. അതാ പണ്ഡിതൻ എഴുന്നേറ്റ് പോകുന്നു. കുറെ കഴിഞ്ഞപ്പോ ശഅബാനത്തിന് ബോധം തെളിച്ചു വന്നു. ആ ശഅബാനത്ത് മെല്ലെ മെല്ലെ നടക്കുകയാണ്. എങ്ങോട്ടെന്നറിയുമോ? ഇന്ന അവ്വല ബൈത്തിൻ വുളിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ആദ്യമായിട്ട് റബ്ബ് മലക്കുകളാൽ പണി കഴിപ്പിച്ച പരിശുദ്ധ കഅബാലയത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. കഅബയുടെ പരിസരത്ത് ചെന്നുകൊണ്ട് റബ്ബിനോട് പറഞ്ഞാൽ ഏത് ദോഷവും അല്ലാഹ് പൊറുക്കുമല്ലോ എന്ന നിയ്യത്തോടെ കടന്നു പോകുന്നു. അങ്ങനെ ബസ്രയിൽ നിന്ന് കിലോമീറ്ററുകൾ നടന്ന് അന്നമില്ലാതെ, വെള്ളമില്ലാതെ, വിശ്രമമില്ലാതെ തന്റെ കുറ്റ ജീവിത ബോധം തന്നെ നയിക്കുകയാണ് കഅബാലയത്തിലേക്ക്. ആ കഅബാലയത്തിലേക്ക് അടുത്തു ചെന്നു. അവിടെ ചെന്നുകൊണ്ടത് തവാഫ് ചെയ്ത് എന്നിട്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് റബ്ബിനോട് തൗബ ചെയ്യാൻ തുടങ്ങി. അവിടെ ഇരുന്നിട്ട് വർഷം അങ്ങനെ ഒന്നു കഴിഞ്ഞു. ആ കൊല്ലത്തെ ദുൽഹജ്ജ് മാസം വന്നപ്പോ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും തൽബിയത്തിന്റെ മധുരമായ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഹാജിമാര് കഅബയിലേക്ക് പാഞ്ഞു വരുന്ന ഘട്ടമാണ്. അങ്ങനെ വരുന്ന സമയത്ത് മഹാനായിരിക്കുന്ന സാലിഹുൽ മുറി എന്നറിയപ്പെടുന്ന ബസ്രയിലെ വയലുകൊണ്ട് ഒരു പെണ്ണിന്റെ മനസ്സിന് മാനസാന്തരമുണ്ടാക്കി തീർത്ത ആ പണ്ഡിതനുമുണ്ട്. ബസ്രയിൽ നിന്ന് ഹജ്ജിന് വന്നിട്ട് ആളുകൾ കഅബ തവാഫ് ചെയ്യുകയാണ്. തവാഫിനിടയിൽ ചൊല്ലേണ്ട ദിക്റുകൾ ഉരുവിട്ടുകൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ അന്നം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, ഉറങ്ങാതെ, വിശ്രമിക്കാതെ അല്ലാഹുവിന്റെ മുമ്പിൽ കുറ്റം ഏറ്റുപറഞ്ഞുകൊണ്ട് ഉറക്കൊടിഞ്ഞുകൊണ്ടിരുന്ന ശഅബാന തളർന്നവശയായിട്ടുണ്ട്. അവളുടെ കർണപുടങ്ങളിലേക്ക് ഒരു സുപരിചിതമായ ശബ്ദം കേൾക്കുകയാണ്. എനിക്ക് എവിടുന്നോ പരിചയമുള്ള ഒരു സ്വരമാണല്ലോ ഈ കേൾക്കുന്നത് എന്ന് കരുതി ശഅബാന ഒന്ന് കണ്ണു തിരിഞ്ഞു നോക്കുമ്പോ കാണുന്നത് പണ്ട് കാലത്ത് എന്റെ മാനസാന്തരത്തിന് കാരണമായിട്ട് ബസ്രയിൽ വയല് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് മഹാനായിരിക്കുന്ന സാലിഹുൽ മുറി റളിയല്ലാഹു അൻഹു ആണല്ലോ. കണ്ട ഉടനെ തന്നെ ശഅബാനത്തായിരുന്ന ഇരിപ്പിൽ നിന്ന് അല്ലാഹുവോട് പറഞ്ഞു, പടച്ചോനെ, എന്നെ ഈ പരിശുദ്ധ ഭൂമിയിൽ എത്തിച്ചത് ഈ പണ്ഡിതന്റെ ഒരൊറ്റ വയലാണ്, ഒരായത്താണ്. ആ ആയത്ത് എന്നെ ഇവിടെ എത്തിച്ചു. അന്ന് എന്റെ മനസ്സിൽ ഈമാനിന്റെ ചെറിയൊരു അംശമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ബോധോദയമുണ്ടായത്. നിന്റെ ഖുർആൻ പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുഖറല്ലാഹു വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം സാദതുഹു ഈമാന.
ഈമാനുള്ളവൻ അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ പേടി വരുമെന്നാണ്. ആ പേടി എന്റെ കൽബിൽ വന്നത് ഈമാനിന്റെ നനവന്റെ കൽബിലുള്ളത് കൊണ്ടായിരുന്നു. അല്ലാഹുവേ, ഇന്നെന്റെ ഈമാൻ വളർന്നിട്ടുണ്ടെങ്കിൽ, എന്റെ ദോഷം മുഴുവനും നീ പൊറുത്തിട്ടുണ്ടെങ്കിൽ നിന്നോട് ഞാൻ ചോദിക്കുന്നു റബ്ബേ, എന്റെ ഉസ്താദിനെ എനിക്കൊന്ന് സൽക്കരിക്കണം, അതിനെനിക്ക് ഭക്ഷണം വേണം. എന്റെ കയ്യിൽ ഭക്ഷണം കൊടുക്കാനുള്ള ഗതിയില്ല. അതുകൊണ്ട് നീ വിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായം മറിയം അലൈഹിസ്സലാമയെ കഫാലത്തേറ്റെടുത്ത സക്കരിയ നബി മറിയം ബീവിക്ക് വേണ്ടി ഭക്ഷണവുമായിട്ട് കടന്നു ചെല്ലുമ്പോ മറിയം ബീവിയുടെ അടുക്കൽ സക്കരിയ നബി ആ നാട്ടിലൊന്നും കിട്ടാത്ത ഭക്ഷണം കാണാറുണ്ടെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ആ സമയത്ത് സക്കരിയ നബി ചോദിക്കാറുണ്ടല്ലോ, അന്നാലകി ഹാദാ കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ. സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിയുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ സുന്ദരമായ ഭക്ഷണങ്ങൾ ഒരുക്കപ്പെട്ടിരിക്കും. അത് ഈ നാട്ടിലൊന്നും കിട്ടുന്ന തരം ഭക്ഷണമല്ല, മേത്തരം ഭക്ഷണങ്ങളാണ്, മുന്തിയ തരം ഭക്ഷണങ്ങളാണ്. ആ സമയത്ത് സക്കരിയ നബി മറിയം ബീവിയോട് ചോദിക്കാറുണ്ട്, അന്നാലകി ഹാദാ, മറിയമേ എവിടുന്ന് കിട്ടി നിനക്ക് ഈ ഭക്ഷണം? ആ സമയത്ത് മറിയം പറഞ്ഞത്, ഹുവ മിൻ ഇൻദില്ലാഹ്, അത് അല്ലാഹ് ഇറക്കി തന്ന ഭക്ഷണമാണെന്നാണ്. ആ മറിയമിന് സ്വർഗത്തിലെ ഭക്ഷണം നീ ഇറക്കി കൊടുത്തിട്ടുണ്ട് റബ്ബേ. അതുകൊണ്ട് പാവപ്പെട്ട ശഅബാൻ നിന്നോട് പറയുന്നു, നീ എന്റെ ദോഷങ്ങളൊക്കെ പൊറുത്തിട്ടുണ്ടെങ്കിൽ, എന്നെ നീ തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്നെ നീ പൊരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്നെ നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ സ്വർഗം തരാൻ ഞാൻ പറ്റുന്നവളാണെന്ന് നീ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ സ്വർഗത്തിൽ നിന്ന് ഒരു തളിക ഭക്ഷണം ഇപ്പോൾ എനിക്ക് ഇറക്കി തരണം, എന്റെ ഉസ്താദിനെ ഒന്ന് സൽക്കരിക്കാനെന്ന് പറയേണ്ട താമസം അതാ സ്വർഗത്തിൽ നിന്ന് മലക്കുകൾ കൊണ്ടുവരുന്നു ഒരു തളിക നിറയെ ഭക്ഷണം ശഅബാനത്തിന്റെ മുമ്പിലേക്ക്. എത്രയോ വലിയ പാപം ചെയ്ത പെണ്ണാണ്, പക്ഷേ തൗബ ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ അല്ലാഹു തആല അവരെ അങ്ങ് സ്വീകരിച്ചു. ആരെ പോലെ? മറിയം ബീവിയെ പോലെ, ഫാത്തിമ ബീവിയെ പോലെ. അല്ലാഹു നമുക്കും നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്ത് അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു തആല പരിഗണിച്ചവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പാശാദബത്തിന്റെ സദസ്സാണ്, തൗബയുടെ മജ്ലിസാണ്. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിലേക്ക് പ്രവേശിക്കാൻ അതിനു മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇല്ല, നമ്മുടെ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തിരിക്കുന്നു, അല്ലാഹു പുറത്തു തരട്ടെ. ആ ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഓരോരുത്തർക്കും അറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ എന്താണെന്ന്. അത് ഒരുപക്ഷെ ഭാര്യ ചെയ്ത തെറ്റ് ഭർത്താവ് അറിയില്ല, ഭർത്താവ് ചെയ്ത തെറ്റ് ഭാര്യ പോലും അറിയില്ല, മക്കൾ അറിയില്ല, മക്കൾ ചെയ്ത മാതാപിതാക്കൾ അറിയില്ല. നമ്മളിങ്ങനെ മൂടി നടക്കുക. പക്ഷേ എല്ലാ മൂടികളും തുറക്കപ്പെടുന്ന ഒരു ദിവസം വരുന്നുണ്ട്, നാളെ പരലോകത്ത്. അന്ന് നമ്മുടെ തെറ്റുകൾ അവിടെ ഏറ്റു പറയേണ്ടി വരും. അതിനു മുമ്പ് അല്ലാഹു നമ്മളെ പാപരഹിതരാക്കി തരട്ടെ. പടച്ചോന്റെ മുമ്പിൽ അല്ലാഹു നമ്മളെ കുറവാക്കാതിരിക്കട്ടെ. അതിനുവേണ്ടി അല്ലാഹുവിനോട് തൗബ ചെയ്യാനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അല്ലാഹു ഈ മജ്ലിസിനെ ഖബൂൽ ചെയ്യട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങളെ അംഗീകരിക്കുന്നു. നന്മ കൂടുതലൊന്നും ചെയ്തിട്ടില്ല, തിന്മകൾ ധാരാളം ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ തിന്മകളൊക്കെ നീ റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് പൊറുക്കണേ റഹ്മാനെ. സാധുക്കളാണ് റബ്ബേ, പാപികളാണ് റഹ്മാനെ, ഞങ്ങളെ നീ ദോഷികളായി തിരിച്ചുവിടല്ലേ അല്ലാഹ്. ഈ സദസ്സിൽ വെച്ച് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സ് നീ പരിശുദ്ധമാക്കണേ അല്ലാഹ്. അതുകൊണ്ട് തൗബയ്ക്ക് വേണ്ടി വന്ന ആളുകളെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ദിക്ർ ദുആ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. അരമണിക്കൂർ എന്നാണ് ഉത്ബോധനം പറഞ്ഞത്, അരമണിക്കൂർ കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ടവരെ, ഏറെ ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങളാണ് തൗബ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. 1, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപം ഇനിമേൽ ചെയ്യരുത്. അങ്ങനെ എല്ലാവരും മനസ്സുകൊണ്ട് തീരുമാനിക്കണം. എന്തെങ്കിലും തെറ്റ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി മേലാൽ ആ തെറ്റ് ഞാൻ ചെയ്യില്ല എന്ന ദൃഢപ്രതിജ്ഞ നമ്മുടെ ഖൽബിൽ ഉണ്ടാകണം. 2, ചെയ്തു പോയ ഇതിൽ ഖേദിക്കണം. കുറച്ചു കാലം എന്നോട് അങ്ങനെ തെറ്റൊക്കെ ചെയ്തു പോയല്ലോ അല്ലാഹുവേ എന്ന ഖേദം നമ്മുടെ മനസ്സിലുണ്ടാകണം. 3-മത്തേത്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം നിർത്തിവെക്കണം, തെറ്റ് നിർത്തിവെക്കണം. ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് നിർത്തിവെക്കുക, ചെയ്തു പോയതിൽ ഖേദിക്കുക, ഇനി ഒരിക്കലും ചെയ്യില്ലെന്ന് ഉറപ്പിക്കുക. ഈ 3 നിബന്ധനകൾ തൗബ സ്വീകരിക്കാൻ കാരണമാണ്. അതുകൊണ്ട് അത് 3 നമ്മുടെ മനസ്സിലുണ്ടാകണം. അല്ലാഹു തആല ഇനി മേലിൽ ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ.
തൗബ ചെയ്യുന്നവരോട് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അത്തായിബു മിനദ് ദംബി കമല്ലാ ദംബല. തൗബ ചെയ്യുന്നവൻ തൗബ പാപം ചെയ്യാത്തവനെ പോലെയാണെന്ന് മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ തൗബയിലേക്ക് പ്രവേശിക്കുന്നു. ആദ്യം നമ്മൾ ചെയ്യുന്നത് കുറച്ച് ദിക്റാണ്. ദിക്റിൽ ഒന്നാമതായി നമ്മൾ ചെയ്യുന്നത് കൂടുതൽ ദിക്ർ ചെല്ലുന്ന ഒരു 33 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഇസ്തിഗ്ഫാർ ചൊല്ലും. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ മുത്തുനബി പറഞ്ഞു, മിഅ്റാജിന്റെ രാത്രിയിൽ എനിക്ക് നരകം കാണിക്കപ്പെട്ടപ്പോ അതിൽ കൂടുതലും പെണ്ണുങ്ങളെ ഞാൻ കാണാൻ ഇടയായി. എന്തുകൊണ്ടാണ് നബി അങ്ങനെ എന്ന് ചോദിച്ചപ്പോ അവര് 4 കുറ്റങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്. ഒന്ന് ഇന്നഹുന്ന യുക്സർനൽ ലഅന, ഒന്ന് ശാപവാക്കുകൾ വർദ്ധിപ്പിക്കുന്നു പെണ്ണുങ്ങൾ എന്നുള്ളതാണ്. അത് ആരും ചെയ്യരുത്. നമ്മള് ക്ലാസ്സിന് വരുമ്പോ നോക്കുമ്പോ നമ്മുടെ ഹിജാബ് ഇന്നലെ കുട്ടിയെടുത്തിട്ട് നിലത്തിട്ട് ചവിട്ടി മണ്ണാക്കിയിരിക്കുന്നു. അപ്പൊ അത് കഴുകി നമ്മൾ രാവിലെ തന്നെ അയലിലിട്ടു. ഉദാഹരണം പറയാ, അയലിലിട്ടു. രാവിലെ വെയിലുണ്ടായിരുന്നു, ഉണങ്ങി കിട്ടും. 9-9:30 മണിയാകുമ്പോഴത്തേന് ഉസ്താദ് എത്താൻ പറഞ്ഞിട്ട് സീറ്റ് കിട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ പോകണം എന്ന് കരുതിയാണ് ആ മുഖംമൂടി നമ്മൾ കഴുകിയിട്ടു. വെയിലുണ്ടായിരുന്നു, അത് കഴുകിയിടലോടുകൂടി മഴ പെയ്തു. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഹലാക്കിന്റെ മഴ പെയ്യാൻ കണ്ട സമയം എന്ന് നമ്മൾ പറഞ്ഞു പോയാൽ അത് മഴയെ ശപിക്കലാണ്. ഒരു സാധനത്തെയും ശപിക്കരുത്. ശാപവാക്കുകൾ ഈ നിലക്കുള്ള ചായന്റെ കുഞ്ഞൻ, ഇടങ്ങാറ് പിടിച്ച മഴ, അല്ലെങ്കിൽ എന്തൊരു മുസീബത്ത് പിടിച്ച കാറ്റാണ് എന്നൊക്കെ പറയുന്നതിൽ പെണ്ണുങ്ങളാണ് മുൻപന്തി. അതവരെ കൂടുതൽ നരകത്തിലേക്ക് അടുപ്പിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് അങ്ങനത്തെ വാക്ക് പറയരുത്. ഒന്ന്. രണ്ടാമത് നബി പറഞ്ഞത് വയക്ഫുർനൽ അശീർ, ഭർത്താക്കളോട് നന്ദികേട് കാണിക്കുന്നതും പെണ്ണുങ്ങളാണ്. ഭർത്താവിനോട് നന്ദികേട് കാണിക്കുക. ഭർത്താവ് എന്ത് തന്നാലും അത് തൃപ്തിയോടെ സ്വീകരിക്കണമെന്നാണ്. അവന് കൊണ്ടെത്തുന്ന വസ്ത്രം ഒരുപക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അത്ര മുഞ്ചുള്ളതാകണമെന്നില്ല. അത് അവന്റെ സെലക്ഷനാണ്. നമ്മുടെ കണ്ണിൽ അത്ര തെളിഞ്ഞോണമെന്നില്ല. അപ്പൊ നമ്മൾ പറയാ, ഇത് നിങ്ങൾ എനിക്ക് പെരുന്നാക്കലേക്ക് എടുത്ത പർദ്ദയാണോ? അതെ. അപ്പ അങ്ങട്ടെ പൊരയിലെ അപ്പുറത്തെ പൊരയിലെ സൈനബാക്ക് കുഞ്ഞമ്മത് കൊണ്ടുകൊടുത്ത പർദ്ദങ്ങൾ നോക്കിയാ അതെന്തൊരു രസമുണ്ട്, ആടുന്ന് തന്നെയല്ലേ ഇങ്ങളും എടുത്തത്, നിങ്ങൾക്ക് എന്താ കണ്ണിലൈറ്റാളൊന്നും കാണൂലേ എന്ന് പറഞ്ഞിട്ട് തരുന്നതിനെ ചെറുതാക്കി കാണരുത്. അത് പെണ്ണുങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ദുർഗുണമാണ്. യക്ഫുർനൽ അശീർ, ഭർത്താവ് ചെയ്യുന്ന നന്ദികൾ നന്ദികേടോടെ കാണുക എന്നുള്ളത് അതൊരിക്കലും ഒരു പെണ്ണിൽ ഉണ്ടാകരുത്. ഭർത്താവിനോട് നന്ദി കെട്ട വാക്ക് പറയുന്ന പെണ്ണ് കൂടുതൽ നരകത്തിലേക്ക് അടുത്തു പോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മൂന്നാമത്തെ കാരണം ഇന്നഹുന്ന നാഖിസാതു അഖൽ, ബുദ്ധി കുറവാണ് പെണ്ണുങ്ങൾക്ക്. അതെന്ത് ചെയ്യാനാ? പെണ്ണുങ്ങൾക്ക് ബുദ്ധി കുറവാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ഞാൻ മിനിഞ്ഞാന്ന് നിങ്ങളോട് പറഞ്ഞതിന്റെ കാരണം, ഒരിക്കൽ പ്രസവിച്ച പെണ്ണ് ബുദ്ധിയുള്ളവളാണെങ്കിൽ രണ്ടാമത് പ്രസവിക്കാൻ തയ്യാറാകൂല. അവൾക്ക് ബുദ്ധി കുറഞ്ഞത് കൊണ്ട് അല്ലാഹു മറവി കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധി തന്നൂടാ. ആനക്ക് എന്താ പറയാ, പിന്നെ സാധാരണ പറയേണ്ട കുതിരക്ക് കൊമ്പ് കൊടുത്താലുള്ള അവസ്ഥ എന്തായിരിക്കും? അതുപോലെയാണ് പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ബുദ്ധി തന്നാൽ. നിങ്ങൾക്ക് ബുദ്ധി തന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ മക്കളൊന്നും ഉണ്ടാക്കാൻ സാധ്യത വരില്ല. പിന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധി കുറച്ചു തന്നു. പക്ഷെ ആ ബുദ്ധി കുറവുണ്ട് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. അതിൽ നിന്നാകണം നിങ്ങൾ പ്രേരിതരായിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ മുന്നേറ്റം നടത്തേണ്ടത്. അതാണ് നാലാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം. നാലാമത്തെ കാരണം മുത്തുനബി പറയുന്നത് നിങ്ങൾക്ക് ദീനും കുറവാണെന്നാണ്. ദീനും കുറവാണ്. പരിഹരിക്കാനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം. ദീന് കുറവാണ്. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, ദീൻ എങ്ങനെയാണ് കുറയുന്നത്? അള്ളാന്റെ റസൂല് പറഞ്ഞു, പ്രായപൂർത്തിയെത്തിയ ഒരു പെണ്ണിന് ഒരു മാസം ശരാശരി 7 ദിവസം നിസ്കരിക്കാൻ പറ്റാതെ കഴിഞ്ഞു പോകുന്നു. ആ സമയത്ത് ആണ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കൊല്ലം 84 ദിവസം ഒരു പെണ്ണ് നിസ്കാരം ഒഴിവാക്കുന്നുണ്ട് അല്ലെ? ഒരു മാസം 7 ദിവസമാണെങ്കിൽ 12, 7, 84 ദിവസം ഒരു പെണ്ണിന്റെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ആ നിസ്കാരം അവൾ ഖളാ വിട്ടേണ്ടതില്ല. ആ സമയത്ത് അവൾ ഖുർആൻ ഓതേണ്ടതില്ല. ആ സമയത്ത് അവൾ തവാഫ് ചെയ്യാൻ പാടില്ല. ആ സമയത്തൊക്കെ നിന്റെ ഭർത്താവ് നിസ്കരിക്കുന്നു, അവൻ ഖുർആൻ ഓതുന്നു. അപ്പോ ആണിനെ അപേക്ഷിച്ചുകൊണ്ട് ഒരു കൊല്ലം 84 ദിവസം ദീന് കൊണ്ട് പുറകിലാണ് പെണ്ണ്. അല്ലെ? മനസ്സിലായില്ലേ? 84 ദിവസം ഒരു കൊല്ലത്തിൽ ഒരു പെണ്ണ് തന്റെ ഭർത്താവിനേക്കാൾ ഇബാദത്തിൽ പുറകിലാണ്. ആണിനേക്കാൾ പുറകിലാണ്. ഭർത്താവിനേക്കാൾ എന്ന് പറയുന്നില്ല, കാരണം ഭർത്താവ് ചിലപ്പോൾ തീരെ നിസ്കരിക്കുന്നുണ്ടാവില്ല.
ഭർത്താവിനേക്കാൾ എന്ന് ഞാൻ പറയുന്നില്ല, ആണിനേക്കാൾ പെണ്ണ് ദീനിയായിട്ട് ബാക്കിലാണ്. ഒരു കൊല്ലം 84 ദിവസം പിന്നിലാണ് നീ സഞ്ചരിക്കുന്നത്. എങ്ങനെ കുതിച്ചോടിയാലും ആണിന്റെ കൂടെ എത്താൻ നിനക്ക് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 45 കൊല്ലത്തെ ജീവിതത്തിൽ നിനക്ക് 45, 84 കണക്കൂട്ടിയാൽ നല്ല ഒരു കാലം നിനക്ക് ഇബാദത്തില്ലാതെ കഴിഞ്ഞു പോകുന്നുണ്ട്. ആ കുറവും നിന്നെ നരകത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ഇത് കേട്ടിരുന്ന വനിതകൾ ചോദിച്ചു, നബി അത് പരിഹരിക്കാൻ എന്താണ് മാർഗം? 2 കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു. ഒന്ന്, നിങ്ങളുടെ മുമ്പിലേക്ക് കുറച്ച് കഴിയുമ്പോൾ ചില ബക്കറ്റുകൾ വരും, അത് നിറക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതാണ്. എന്താ പറഞ്ഞ? അവര് യതസദ്ദഖ്ന, പെണ്ണുങ്ങൾ നന്നായിട്ട് സ്വതഖ ചെയ്യണം. ആണുങ്ങളെക്കാൾ കൂടുതൽ സ്വതഖ ചെയ്തുകൊണ്ട് ഇബാദത്തിന്റെ കുറവ് സദഖ കൊണ്ട് പരിഹരിക്കണം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആണുങ്ങൾ 1000 കൊടുക്കുമ്പോൾ പെണ്ണുങ്ങള് എത്ര കൊടുക്കണമെന്ന് അറിയാം നിങ്ങള്? അതിന്റെ 84 ഇരട്ടി കൊടുക്കണം. ഒരു ദിവസം, ഒരു കൊല്ലം 84 ദിവസം നിസ്കരിക്കാതെ കഴിഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞതല്ല, അള്ളാന്റെ മുത്തുനബി പറയാണ്, പെണ്ണുങ്ങളെ നിങ്ങൾക്ക് നേരത്തെ സ്വർഗത്തിലെത്തണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങള് സദഖ കൊണ്ട് നിങ്ങൾക്ക് വന്ന ദീനിന്റെ കുറവ് നികത്തണം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഇബാദത്ത് പരിഹരിക്കേണ്ടത് സദഖ കൊണ്ടാണ്. അത് കേട്ടപ്പോ സാമ്പത്തികമായി ശേഷിയില്ലാത്ത ഇവിടെ 1, 2, 3 എഴുത്ത് വന്നു. ഉസ്താദേ, നാളെ ഇതുവരെ ആയിട്ടൊരു വീട് ആയിട്ടില്ല, കടമുണ്ട്, ദുആ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് സാമ്പത്തികമായി അതുപോലെ പിന്നാക്കം നിൽക്കുന്ന സഹോദരിമാർ മുത്തുനബിയുടെ മുമ്പിൽ കണ്ണുനീർ ഒലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് സദഖ ചെയ്യാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നാൽ യുക്സർനൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ എപ്പോഴും അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലണേ. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിന്റെ കമ്മി നികത്താൻ കഴിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കിട്ടിപ്പോയല്ലോ, എന്നാ ബക്കറ്റിൽ ഒന്നും ഇടണ്ട, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിയാ പോരെ? അതുപോരാ, പൈസക്കാരൻ നന്നായിട്ട് സദഖ തന്നെ ചെയ്യണം. ഇല്ലാത്തവരോടാണ് പറഞ്ഞത് ഇസ്തിഗ്ഫാർ ചൊല്ലാൻ. അതുകൊണ്ട് നമ്മുടെ ദിക്ർ മജ്ലിസിന്റെ തുടക്കം ഇസ്തിഗ്ഫാർ ആണ്. എന്തുകൊണ്ട്? ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളുടെയും പരിഹാരം ഇസ്തിഗ്ഫാറിലൂടെയാണ്. ഞാൻ പറഞ്ഞില്ലേ, മഴയില്ലാതെ ഘട്ടം വരുമ്പോ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണമെന്ന് ഖുർആനാണ്. ഏത് പ്രതിസന്ധിയിലും ഇസ്തിഗ്ഫാറാണ് ചൊല്ലേണ്ടത്. അതുകൊണ്ട് ഒരു 33 ഇസ്തിഗ്ഫാർ ചൊല്ലും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെല്ലുന്നത് അഫ്ളൽ ദിക്റാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു 100 വട്ടം ചൊല്ലും. അതെന്തിനാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രത്യേകത, ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു വട്ടം ചൊല്ലിയാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുവിന്റെ അർശിന്റെ മുമ്പിൽ പ്രകാശത്താലുള്ള 2 തൂണുകളുണ്ട്. അർശിന്റെ മുമ്പിൽ പ്രകാശത്താലുള്ള 2 തൂണുകളുണ്ട്. ഒരാള് ഭൂമിയിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോ ആ തൂണ് 2ഉം കൂടി അങ്ങ് വിറക്കാൻ തുടങ്ങും, അതങ്ങ് കുലുങ്ങാൻ തുടങ്ങും. അത് കുലുങ്ങുമ്പോ അല്ലാഹ് പറയും, ആ തൂണിനോട്, തൂണേ ഉസ്കുത്, നീ ഒന്ന് അടങ്ങി നിൽക്ക് തൂണേ എന്ന് പറയും. ആ തൂണ് പറയും, കൈഫ അസ്കുനു, ഞാൻ എങ്ങനെ അടങ്ങും? നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയ മനുഷ്യന് നീ പുറത്തു കൊടുക്കാതെ ഞാൻ അടങ്ങുകയില്ല എന്ന് പറയും. മിന്നല്ലാഹി അമൂദം മിൻ നൂറിൻ ബൈന യദയിൽ അർശ്, അർശിന്റെ മുമ്പിൽ പ്രകാശത്താൽ 2 തൂണുകളുണ്ട്. ഫൈദാ ഖാലൽ അബ്ദു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇഹ്തസ്സ ദാലിക്കൽ അമൂദ്, ആ തൂണിങ്ങനെ വറക്കാൻ തുടങ്ങുന്ന അർശിന്റെ തൂണ്. അപ്പൊ അല്ലാഹ് പറയും, ഉസ്കുൻ, അടങ്ങടാ എന്ന് പറയും. ആ തൂണ് പറയും, കൈഫ അസ്കുനു, ഞാൻ എങ്ങനെ അടങ്ങും? വലം തഗ്ഫിർ ലിഖാഇലിഹാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഒരു അടിമയുണ്ടല്ലോ, അയാൾക്ക് നീ പുറത്തു കൊടുത്തില്ലല്ലോ, പൊറുക്കാതെ ഞാൻ അടങ്ങൂല. അപ്പൊ അല്ലാഹു തആല പറയും, ഇന്നി ഖദ് ഗഫർതു ലഹു, ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് നീ അടങ്ങ് എന്ന് പറയുമ്പോഴേ ആ തൂണിന്റെ കുലുക്കം നിൽക്കൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കണം. അർശിന്റെ തൂണ് കുലുങ്ങണം നമ്മുടെ ദിക്ർ കൊണ്ട്. ബഹളം വെക്കണമെന്നല്ല, ഒരു മിതമായ ശബ്ദത്തിൽ. അതോടുകൂടി അർശിന്റെ തൂണിന്റെ കുലുക്കം നമ്മുടെ ദിക്ർ കൊണ്ട്, തഹ്ലീൽ കൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് കുലുങ്ങണം. അല്ലാഹുവോട് ആ തൂണ് പറയണം. പാനൂരിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും, റബ്ബേ, നീ പുറത്തു കൊടുക്കാതെ ഞാൻ എന്റെ കുലുക്കം നിർത്തൂല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ആ ദിക്ർ നമ്മൾ ഒരു 100 വട്ടം ചൊല്ലും. പിന്നെ യാ ഹയ്യു യാ ഖയ്യൂം എന്ന് നമ്മുടെ ഈമാനിന് വളർച്ച കിട്ടുന്ന ഏറ്റവും നല്ല ഔഷധമാണ് ആ ദിക്ർ.
അതൊരു 33 വട്ടം ചൊല്ലും. പിന്നെ നമ്മൾ ഒരു 11 വട്ടം ഇബ്രാഹിമിയ സ്വലാത്ത് സാധാരണ നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്ത് ചൊല്ലും. അതിനുശേഷം നമ്മൾ തൗബയിലേക്ക് പ്രവേശിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഇവിടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് വായിക്കണം. ബഹുമാനപ്പെട്ട ക്ലാസ് ഉസ്താദ് അറിയുവാൻ, എന്റെ മകൻ ഗൾഫിൽ പോയിട്ട് 3 മാസമായിട്ട് തിരിച്ചു വന്നു. ആരോടും പറയാതെയാണ് വന്നത്. തലവേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് തലവേദന മാറി വിസ പോവാൻ വേണ്ടി ആ വിസക്ക് തന്നെ പോവാൻ വേണ്ടി മകന് നല്ല ബുദ്ധി കൊടുക്കാൻ വേണ്ടിയും ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു തആല ഉമ്മ ആഗ്രഹിച്ചതുപോലെയൊക്കെ ആക്കി കൊടുക്കട്ടെ. ഉസ്താദെ, എന്റെ മകൻ 21 വയസ്സാണ്. പെട്ടെന്ന് തലവേദന വന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ട്യൂമറാണ് എന്ന് പറഞ്ഞു. അല്ലാഹു തആല ശിഫ നൽകട്ടെ. ഓപ്പറേഷൻ വേണം ഡോക്ടർ പറഞ്ഞു. അടുത്ത മാസം പിന്നെയും ടെസ്റ്റ് വേണം. ടെസ്റ്റ് കുറഞ്ഞു കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു തആല അടുത്ത ടെസ്റ്റിൽ ആ ട്യൂമർ സുഖപ്പെട്ടു എന്ന വിവരം അറിയാൻ, ഇനി ഓപ്പറേഷൻ വേണ്ടതില്ല എന്നറിയാൻ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ഗർഭിണിയുണ്ട്. അവളുടെ സുഖപ്രസവത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ആ സഹോദരിക്ക് വേദനരഹിതമായ കീറലും മുറിക്കലും ഇല്ലാതെ അന്യ പുരുഷ ഡോക്ടർമാരെ കരസ്പർശമേൽക്കാതെ സുഖകരമായ ഒരു സ്വാലിഹായ സന്തതിക്ക് ജന്മം നൽകാനുള്ള സൗഭാഗ്യം നൽകട്ടെ. വീടെടുത്ത് കടം വന്നുകൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. വീട് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ആ കടങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു തആല സ്വാലിഹായ മക്കളെ, ഒരു കുഞ്ഞിനെ അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോഴത്തെ താലോലിക്കാൻ ആ ദമ്പതികൾക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വന്തമായി ഒരു വീടില്ല, വീടുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ഉദ്ദേശം സഫലീകരിച്ചു കൊടുക്കട്ടെ. എന്റെ മകന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു തആല യാതൊരു തെറ്റും കൂടാതെ ആ ടെസ്റ്റിൽ വിജയിച്ച് ആ കുട്ടിക്ക് അപകടരഹിതമായ ഡ്രൈവറായി വണ്ടി ഓടിച്ച് ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകട്ടെ. നെല്ലുള്ളതിൽ ഹസീനയുടെ മകൾ മദ്രസയിൽ 5ാം ക്ലാസ് 5ാം റാങ്ക് നേടിയിട്ടുണ്ട് എന്നറിയിച്ചിട്ടുണ്ട്. ആ കുട്ടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു, ആശംസകളും നേരുന്നു. പൊന്നുമോൾക്ക് അല്ലാഹു തആല തുടർന്ന് വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതി താണ്ടാനും അതുവഴി കുടുംബത്തിനും സമൂഹത്തിനും അഭിമാനം നൽകാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് അറിയിച്ചുകൊണ്ട് ദിക്റിന്റെ മജ്‌ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യം ഫാത്തിഹ ഓതി നമ്മൾ ദിക്റിലേക്ക് പ്രവേശിക്കും. ആദ്യം ഇസ്തിഗ്ഫാറാണ് 33. പിന്നെ ഞാൻ പറയുന്ന എണ്ണത്തിന് കണക്കായിട്ട് ദിക്റുകളിൽ പങ്കെടുക്കുക. എല്ലാവരും അധികം, പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് അധികം ശബ്ദം ഉണ്ടാക്കേണ്ട, ഒരു മിതമായ ശബ്ദം മതി. ചൊല്ലുമ്പോഴൊക്കെ നമ്മുടെ ഖൽബിൽ ഉണ്ടാകേണ്ടത് ഈ അധ്വാനം കൊണ്ട് റബ്ബേ എന്റെ ദോഷങ്ങളൊക്കെ പുറത്ത് സ്വർഗത്തിന്റെ അടുക്കൽ ഞാൻ എത്തുമ്പോൾ 8 കവാടങ്ങളും എന്റെ മുമ്പിൽ തുറക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകണം. അതിന്റെ ഇടയിൽ ഖബറിലോ ജീവിതത്തിലോ ഖബറിലോ മഹ്ശറയിലോ എനിക്ക് കഷ്ടപ്പാടും ദുരിതങ്ങളും ഹിസാബും ഉണ്ടാകരുത് എന്ന നല്ല നിയ്യത്തോടു കൂടിയാകണം ദിക്റിൽ പങ്കെടുക്കേണ്ടത്. അതിലൊക്കെ പങ്കെടുത്തുകൊണ്ട് അവസാനം തൗബ ചൊല്ലി ദുആ ചെയ്ത് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, അവസാന ഘട്ടത്തിൽ സംസാരം ഉണ്ടാവില്ല. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഞാനും എന്റെ റബ്ബ് മാത്രം അറിയുന്ന ഒരുപാട് പ്രയാസങ്ങൾ എന്റെ മനസ്സിലുണ്ട്. എന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യമുണ്ട്, എന്റെ കുടുംബത്തിന്റെ കാര്യമുണ്ട്. എല്ലാം അല്ലാഹു തആല വിജയത്തിൽ എത്തിച്ചു തരാൻ വേണ്ടി ഭാവി ജീവിതം ഇന്നുള്ളതിനേക്കാൾ ഖൈറായ സമാധാനമുള്ള മേഖലയിലേക്ക് അല്ലാഹു എത്തിച്ചു തരാൻ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇത് എന്നേക്കുമുള്ള ഒരു വേർപാടാണെങ്കിൽ എവിടെ വെച്ചും നിങ്ങളെ ഞാൻ ഓർമ്മിക്കും, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും.